മതമില്ല. നന്മ ചെയ്യുന്നിടത്ത് ജാതി മതം വേർതിരിക്കുന്നവർ എൻ്റെ ക്ലാസ്സിൽ വരരുത്, എൻ്റെ ക്ലാസ്സിൽ വരാൻ പാടില്ല. നന്മ ചെയ്യുന്നിടത്ത് അർഹനെയാണ് പരിഗണിക്കേണ്ടത്. ജാതിയില്ല, അതിൽ മതമില്ല. അള്ളാഹു റഹ്മാനാണ്, മനസ്സിലായിക്കൂടി. അള്ളാഹു താലയ്ക്ക് ഒരു ഗുണം റഹ്മത്ത് കാരുണ്യം ചെയ്യുന്നിടത്ത് ഹിന്ദു ഇല്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനില്ല, മതമുള്ളവനില്ല, മതമില്ലാത്തവനില്ല, ഒന്നും കണക്കില്ല. അള്ളാഹു റഹ്മാനാണ്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ, ജാതി മതം നോക്കാതെ ഗുണം ചെയ്യുന്ന റഹ്മാൻ്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ഗുണം സ്വീകരിക്കുക, സ്വഭാവം സ്വീകരിക്കുക. റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടവർക്കും ചെയ്യും, വഴിപ്പെടാത്തവർക്കും ചെയ്യും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നും അള്ളാഹു തആലക്ക് ഗുണം ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങളും ചെയ്യും. അത് ആ വാക്കാണ് അവിടെ റസൂൽ പറഞ്ഞത്. ആ ഹദീസ് മറക്കരുത്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ സ്വഭാവങ്ങളെ നിങ്ങളും സ്വീകരിക്കുക. അപ്പോൾ അതൊന്നും അവിടെ കണക്കാക്കരുത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം അങ്ങനെ മനുഷ്യൻ ആവശ്യക്കാരെ പരിഗണിച്ച് ചെയ്യുക, ആവശ്യക്കാർക്ക് ഉപകാരം ചെയ്യുക. അത് ജാതി എന്ത് മതം എന്തൊന്നും നോക്കാൻ പാടില്ല. മനുഷ്യർ എല്ലാം ഒന്നായി കാണും. അതാണ് നമ്മളെ നേതാവ്. ജാതി മതം നോക്കാതെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു അയച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ പ്രചരിപ്പിച്ച മതം ഇസ്ലാമാണ്. ആ മനുഷ്യൻ്റെ മതം ഇസ്ലാമാണ്. അതേ സമയത്ത് മറ്റൊരു മനുഷ്യനെയും അവൻ്റെ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ പേരിൽ മാത്രമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിട്ടില്ല. അതൊക്കെ മനസ്സിലാക്കുക. അതിരില്ലാതെ നന്മ ചെയ്യുക. വെറുപ്പിനെ നന്മ കൊണ്ട് നേരിടും. ഇതാണ് മുദ്രാവാക്യം. വെറുപ്പിനെ നന്മ കൊണ്ട് നേരിടുക. വെറുപ്പ് പ്രചരിപ്പിക്കാൻ മെനക്കെടരുത്, എന്നെ സഹായിക്കരുത്. വെറുപ്പിനെയും ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ, നീ നേരിടേണ്ടത് നന്മ കൊണ്ടായിരിക്കണം. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. ഏതാ സുഹൃത്ത്? നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. അതായത് നന്മ ചെയ്താൽ കിട്ടുന്ന ലാഭം തിന്മ കൊണ്ട് പ്രതികരിച്ചാൽ കിട്ടുന്ന ലാഭവും ഒരുപോലെയല്ല. ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നന്മ കൊണ്ടാണ് ഏത് മോശപ്പെട്ടവനോടും നീ പ്രതികരിക്കേണ്ടത്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, നിന്റെയും ഒരു വ്യക്തിയുടെയും ഇടയിൽ ശത്രുതയുണ്ടെങ്കിൽ കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിന്റെ ഹൃദയത്തിൻ്റെ ചൂടറിയുന്ന കൂട്ടുകാരനായിത്തീരും. നീ അവനോട് അവൻ്റെ തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കുകയാണെങ്കിൽ. ഹമീം, ചൂടറിയുന്നവൻ. വലിയുൻ ഹമീം, ചൂടറിയുന്ന ആൾ. നിന്റെ ഹൃദയത്തിൻ്റെ ചൂടറിയുന്ന ഹൃദയം തൊട്ടറിയുന്ന കൂട്ടുകാരനായി മാറും ആ ശത്രു. നീ അവൻ്റെ തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കുന്ന പക്ഷം. മനസ്സിലായില്ല?